എനിക്ക് വയ്യ. എന്തല്ല കഷ്ടപ്പാടാ കിടന്നു. എല്ലാരും ഒന്ന് നിരന്നിരിപ്പുണ്ടല്ലോ, സന്തോഷം. ഇങ്ങനെയാണോ നാട്ടുകാർ ചെയ്യേണ്ടത്? നിങ്ങളുടെയൊക്കെ നിർബന്ധപ്രകാരമല്ലേ ഇവിടെ ഒരു മോർച്ചറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു മതി. എന്നിട്ട് എല്ലാവരും വന്ന് ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് എളിഞ്ഞ് വന്നെങ്കിൽ ഇരിക്കുക. എന്നാൽ ഈ പാവപ്പെട്ടതിനുള്ള കഷ്ടപ്പാട് ഒന്ന് സഹായിക്കാവോ? അതുമില്ല. അല്ല, ഫസ്റ്റ് പാർട്ടികൾ തന്നെ. ഹലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന്. ഹലോ, അതെ, ഇവരാണോ നിങ്ങളെ സഹായിക്കുന്നത്? അല്ല, അവര് നാട്ടുകാരല്ലേ, അവരുടെ നിർബന്ധപ്രകാരമല്ലേ മോർച്ചറി ഇവിടെ. അല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ജീവനക്കാരൊന്നുമില്ലേ? കൂട്ടത്തിലുള്ള 3 നഴ്സുമാരുണ്ട്. അവരെ വിളിക്കണം. അവരൊക്കെ ഭയങ്കര ഡ്യൂട്ടിയിലാ. ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അവർ യാതൊരു കാര്യത്തിനും ഇറങ്ങത്തില്ല. എന്ത് ഡ്യൂട്ടി? സൂപ്പർ ഡ്യൂട്ടി അല്ലേ, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. അത് അവർക്ക് പിന്നെ ഇറങ്ങി വരാൻ പറ്റൂ. പിന്നെ ഡോക്ടറെ വിളിച്ചാൽ എന്താ കുഴപ്പം? ഡോക്ടർ തിയേറ്ററില്ല. കൊള്ളാം. ഇത്രയും ആൾക്കാർ ഇവിടെ സുഖമില്ലാതെ കിടക്കുമ്പോ പുള്ളിക്കാരൻ സിനിമ കാണാൻ പോയിക്ക അല്ലേ? സിനിമ കാണാൻ പോയ കാര്യമല്ല പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന്. മനസ്സിലായോ? എന്നാ തിയേറ്ററിൽ നിന്ന് വിളിക്കണം. എന്താ സാറേ, തിയേറ്ററിൽ നിന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ഓപ്പറേഷൻ ചെയ്താൽ വല്ല പൈസയും കിട്ടുമോ? അതിന് പുള്ളി അങ്ങ് ബോംബെയിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോയേക്കുന്നത്. അവിടെ നിന്ന് വിളിക്കാൻ പറ്റത്തില്ല. ബോംബെ പോയേക്കാണ്. പിന്നെ അല്ല, ഈ ഡോക്ടർക്ക് ഇത്ര ഉത്തരവാദിത്തം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ MBBS പഠിച്ച ഡോക്ടറായെന്ന്. പിന്നെ തനിക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത്? 10ാം ക്ലാസ് 4 പ്രാവശ്യം എഴുതി. അതിനാ വിട്ടാൻ പാടില്ല. 10ാം ക്ലാസ് 4 പ്രാവശ്യം എഴുതിയിട്ടാണ് ഈ ജോലി കിട്ടിയത്. നിങ്ങൾ രണ്ടുപേരും വലിയ വിളിക്കന്മാരായിട്ട്. ഈ ജോലിയെങ്കിലും കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം എന്ന് വിചാരിക്കും. എന്റെ ഭാഗ്യമൊക്കെ ഞാൻ നോക്കിയോ, നല്ല സിംപിളന്മാരായിട്ട് വന്നിരിക്കുമല്ലേ. എന്നാ കുഴപ്പം? നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? ഞങ്ങൾ എന്തിനാ സഹായിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ. ഗസ്റ്റ് അല്ല, നിങ്ങൾ 2 ഗോസ്റ്റുകളാ. ചൂടാകുന്നു. കൊള്ളാലോ. ഞാനിവിടെ ഇന്നലെ തൊട്ട് തലപ്പരാൻ എടുത്തിരിക്കുവോ. മെമ്പർ പോരും, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. എന്റെ മെമ്പറേ, ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? എടേ, എനിക്ക് ഈ മോർച്ചറി വന്നും പറഞ്ഞ് ഇവിടെ മാത്രം നിന്നാ പോരാ. 5ാം വാർഡിൽ 5 വിധവകൾക്ക് അരി കൊടുക്കാൻ പോയിരുന്നു. വിധവകൾക്ക് അരിയൊക്കെ കൊടുക്കുന്ന കൊള്ളാം. സ്വന്തം ഭാര്യ വിധവയാകാതെ നോക്കണം. എന്റെ ഫണ്ട്, മെമ്പറിന്റെ പ്രത്യേക ഫണ്ട് എന്നാണ് ഞാൻ ഈ ആശുപത്രിയിൽ പുതിയ മോർച്ചറി കൊണ്ട് തന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. എടാ, ഈ മോർച്ചറി ഉദ്ഘാടനം കഴിഞ്ഞാൽ എനിക്ക് ബില്ല് മാറാൻ പറ്റൂ. ബില്ല് മാറിയാലേ ഇതിന്റെ എഞ്ചിനീയർക്കും കോൺട്രാക്ടർക്കും പിന്നെ എന്റെ വീടിന്റെ ബാക്കി പണിയെല്ലാം തീർക്കാൻ പറ്റൂ. അല്ല, തീർക്കണ്ടേ? അതൊക്കെ തീർക്കണം. മെമ്പർക്ക് വല്ല കാര്യം അറിയാനുണ്ടോ? ഞാനിവിടെ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമല്ലേ. എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇവിടെ. നിന്നെ മാത്രമാണോ ഞാൻ ഇവിടെ ഏൽപ്പിച്ചത്? ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്? ഇവിടെ ഇപ്പം 3 നഴ്സുമാരുണ്ട്. പിന്നെ കമ്പൗണ്ടറായ ഞാനുണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർ ദിവാകരൻ സാറുണ്ട്. ദിവാകരൻ സാറ്. ഡോക്ടർ ഇപ്പൊ ആരെയാ നോക്കുന്നത്? അങ്ങനൊന്നുമില്ല. നേരത്തെ സിസ്റ്റർ സിസിലി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സിസിലിയുടെ ഭർത്താവ് അങ്ങ് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഡോക്ടറെ കാലും കൈ തല്ലി ഓടിച്ചു. ഇപ്പൊ അതിനുശേഷം റാണിയെ നോക്കുന്നത്. അപ്പൊ അതിന്റെ കേസ് ഏതാണ്ടൊക്കെ തീരുമാനം മിക്കവാറും. എടാ, ബാക്കി എല്ലാ കാര്യം ഓക്കെ ആണല്ലോ. ഡോക്ടറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഡോക്ടർ ഫുൾ ടൈം അവധിയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഡോക്ടറിന് ഈ രോഗി നോക്കാൻ പറ്റുന്നില്ല. ഈ രോഗികളെ നോക്കായിരുന്നു എങ്ങനെ ഇവിടെ രോഗികൾ വന്നാൽ മരുന്ന് ആര് കൊടുക്കും? ഇവിടുത്തെ ഈ ഡോക്ടർ അവധി എടുക്കുന്നതിന്റെ കാരണം എന്നാ? എന്നെ മാത്രം ഓർത്താണ്. നിന്നെ മാത്രം നിനക്ക് അതിന് എന്താ അറിയാനാ? എന്റെ മെമ്പറെ, ഡോക്ടർ അവധി എടുക്കുന്ന സമയത്തല്ല ഈ വരുന്ന രോഗികളെല്ലാം ഞാനല്ലേ ഇങ്ങനെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുന്നത്. നീ മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്ന് മാറി രോഗിക്കെല്ലാം സംഭവിച്ചാൽ ഒരിക്കലും മരുന്ന് മാറിപ്പോകത്തില്ല. അതെങ്ങനെ മാറിപ്പോവും? എന്റെ മെമ്പർ ആകപ്പാടെ ഇവിടെ ഒരു മരുന്നേ ഉള്ളൂ. അതൊരു കുപ്പിക്കകത്ത് ഇങ്ങനെ ചുമല കളർ കലക്കി വെക്കും. രോഗികൾ വരുമ്പോൾ ഞാൻ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ച് കലക്കി അങ്ങ് കൊടുത്തു. സൂപ്പർ മരുന്ന്, കുപ്പി മരുന്ന്. നമുക്ക് വേണ്ട ഒരു 10-10 ആകുമ്പോൾ MLA വരും. MLA വന്ന ഉദ്ഘാടനം തുടങ്ങും. അപ്പൊ ഇവിടെ വേറെ കുറവൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ ആണല്ലോ. കുറവുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാനിരിക്കും. നമ്മളെ ചില ഹോട്ടലിലേക്ക് ഉദ്ഘാടനം ചെല്ലുമ്പോൾ അവിടെ നല്ല ആഹാരം അവർ തരും. ബിരിയാണി തരും, തന്തൂരി ചിക്കൻ തരും, അങ്ങനെ പല പല ഇതുണ്ട്. ബേക്കറി ഉദ്ഘാടനത്തിന് ചെല്ലുന്നെങ്കിൽ അവിടെ അലുവ പീസായിട്ട് മുറിച്ച് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഹോട്ടലിൽ ഉദ്ഘാടനം പോലെ ആൾക്കാർക്ക് കൊടുക്കാം. അലുവ കട്ട് ചെയ്യുന്ന അലുവ കട്ട് ആൾക്കാർക്ക് കൊടുക്കാം. അതല്ല ഞാൻ പറഞ്ഞത്, നമുക്കൊരു വെറൈറ്റി ഉദ്ഘാടനമായിരിക്കണം നമ്മുടെ മോർച്ചറി. മനസ്സിലായോ? എന്തൊരു നമുക്കൊരു ഡെഡ് ബോഡി ഒക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യണം. അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യം എന്റെ മെമ്പറെ, മുമ്പൊക്കെ ബുദ്ധിയില്ല എന്ന് ഈ മെമ്പറായിട്ട് തന്നെ നടന്നാൽ മതിയോ? MLA മന്ത്രിയൊക്കെ ആകണ്ടേ? അപ്പൊ വെറൈറ്റി നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അപ്പൊ ഈ ഡെഡ് ബോഡി ഉണ്ടോ എങ്ങനെ അത് വെറൈറ്റി ആകും? ഇത് ഈ ടിവിയിലും പത്രത്തിലും ഒക്കെ പരസ്യം വരുന്നതല്ലേ, മനസ്സിലായോ? അപ്പൊ മെമ്പറുടെ സാന്നിധ്യത്തിൽ വെറൈറ്റി ആയിട്ടൊരു മോർച്ചറി ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോ അത് തന്നെ ഒരു ഗമയല്ലേ? കൊള്ളായിരിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, ഡെഡ് ബോഡി നമുക്ക് വെക്കാം. ഡെഡ് ബോഡി വെക്കാം. ഒരു പഴയ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ പഴയ എടുക്കാൻ തന്നെ ആക്രിക്കട. എന്റെ മെമ്പറെ, വേറെ എവിടെയെങ്കിലും പോയി ഡെഡ് ബോഡി തപ്പിക്കൊണ്ട് വരണം. നമുക്ക് ഈ ഡെഡ് ബോഡിക്ക് വേറെ ഡമ്മി വെച്ചാലും. ഡമ്മി ഇപ്പൊ എവിടുന്ന് ഡമ്മി എടുത്തോണ്ട് ഈ നിന്ന സമയം ഞാൻ ഇന്നലെ തൊട്ട് ഇവിടെ ഓടി നടക്കും. ഇനി ഡമ്മിയും കൂടെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം. എന്ത് ചെയ്യും ഇപ്പൊ? നമുക്ക് ഇത് വേണം, എന്ത് ചെയ്യാം? നമുക്ക് ഒരു കാര്യം ചെയ്യും, എന്റെ ഒരു ഐഡിയ. മെമ്പർക്കല്ലേ ബില്ല് മാറേണ്ടത്, മെമ്പർ തന്നെ ഡെഡ് ബോഡി. ഞാനോ? ഞാൻ ഇവിടെ വേഷം മാറി ഡെഡ് ബോഡി ആയിട്ട് ഇരുന്നാലേ നമ്മളെ MLA വരുമ്പോ എന്നെ മനസ്സിലാകത്തില്ലേ?
4 വർഷമായിട്ട് ഈ നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല, പിന്നാണ് MLA-ക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. അതല്ലെന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എന്നെ തിരിച്ചറിയത്തില്ലേന്ന്. തിരിച്ചറിയാത്തത് ഞാൻ ഒരുക്കി തരാമെന്ന്. അല്ല നിനക്ക് ഒരുക്കി തരാന്ന് പറ, അതൊന്നും വേണ്ട, അത് ശരിയാവത്തില്ല. എടാ ഞാൻ പറയാം. അതല്ലേ പറഞ്ഞേ, ഇത് ഇല്ലാതെ നമുക്ക് ഈ ഉദ്ഘാടനം എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഉദ്ഘാടനം അങ്ങ് മാറ്റി വെക്കാം. അവരുന്നില്ല. എടാ ഉദ്ഘാടനം നടന്നാൽ എനിക്ക് പൈസ കിട്ടത്തുള്ളൂ. അതാ ഞാൻ പറയാം, വില്ലും മാറുക എല്ലാം ചെയ്യുകയും വേണം. ദർഭോഗിയായിട്ട് ഒരുങ്ങി ഇരിക്കാനും പറ്റത്തില്ല. ഞാൻ നിന്നിൽ ഒരു ഡെഡ് ബോഡിയെ കാണുന്നു. ഉള്ള പൈസ ഇരിക്കാൻ പറ്റും? എന്തോ ഉള്ള പൈസ ഇരിക്കാൻ പറ്റും? എനിക്കങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇരുന്ന ശരിയാകുകയില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ? രോഗികൾ വരുമ്പോ എനിക്ക് കുപ്പിമരുന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, എനിക്ക് എന്താ ബില്ല് മാറണം. ഞാൻ ഡെഡ് ബോഡി ആവാം. ആയാൽ ബില്ല് മാറാം. ഡെഡ് ബോഡി എങ്ങനെ ആവും? ഞാൻ ഒരുക്കി തിരിഞ്ഞോട്ടിരി. ഡെഡ് ബോഡി ആകാനാണോ പാട്? അല്ല നീ ഒരുക്കിയിട്ടുണ്ടോ ആരെങ്കിലും? എത്ര ബോഡി ഞാൻ ഒരുക്കി വിട്ടിട്ടുണ്ട്. ആണോ? എന്നാ പിന്നെ ഒരുക്കിയോ. ഇങ്ങോട്ട് തിരിഞ്ഞിരി. എഴുന്നേക്ക്. അടിപൊളി ബോഡി ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. നീ ഔലോസ് ബോഡിയാണോ മോത്തിട്ടത്? കണ്ടിട്ടങ്ങ് കൊതിയാകുന്നു. ഇപ്പൊ തന്നെ എടുത്ത് അങ്ങ് മോർച്ചറിലോട്ട് കയറ്റിയാലോ? നിങ്ങളെ ശത്രു വരുന്നുണ്ട്, നോക്കിയും കണ്ടു വരുന്നോണോ അനങ്ങുക ചെയ്യരുത്. പഴയ മെമ്പർ, തോറ്റ മെമ്പർ വരുന്നുണ്ടെന്ന്. എടാ അവൻ പാഷാണത്തി കൃമിയാണ്, ഞാനാണെന്നും പറഞ്ഞു കളയില്ല അവന്റെ അടുത്ത്. പാഷാണ സാജി അല്ലെന്ന്. അതല്ലേ പാഷാണത്തി കൃമിയാണത്. അവന് തോറ്റതിന്റെ ചെരുക്കുണ്ട്, ഞാനാണെന്ന് പറയട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ തോറ്റ മെമ്പർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തോറ്റ മെമ്പറെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുവാണ്. നീ എന്താ വിളിച്ചു പോകുന്നത്? തോറ്റ മെമ്പർ പിന്നെ തോറ്റ മെമ്പറെ വിജയിച്ച മെമ്പർ എന്ന് പറയാൻ പറ്റുമോ? എടാ ഒരു മത്സരമാകുമ്പോൾ തോക്കും ജയിക്കും, അത് സ്വാഭാവികം. അപ്പൊ ഞാൻ അടുത്ത കൊല്ലം ജയിച്ചു വരുമ്പോൾ ജയിച്ച മെമ്പറെ എന്ന് വിളിക്കൂ. അങ്ങനെ വിളിക്കത്തില്ല. ഇതെന്താണ് സാധനം? ഇതെന്തോ സാധനം? ഡെഡ് ബോഡി. നല്ല മുഖപരിചയം. ഒരു മകൻ വരാൻ സാധ്യതയില്ല, യാതൊരു സാധ്യതയില്ല. അതെന്താ? ഇതങ്ങ് തമിഴ്നാടിന്റെ ഉൾഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്ന അനാഥപ്രേതമാ. ആണാ? അതാണ് ഒരു പാണ്ടി ലുക്ക്. അതൊക്കെ പോട്ടു. എന്റെ പുതിയ മെമ്പർ അങ്ങോട്ട് പോയി. പുതിയ മെമ്പർ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കാൻ അങ്ങ് ഗോവയ്ക്ക് പോയേക്കുവാ. കുടുംബമായിട്ട് ടൂർ പോയെന്ന് പറയരുത് കേട്ടാ. അല്ല, നമ്മുടെ പള്ളിയിലേക്കും വരാന്ന് പറഞ്ഞായിരുന്നേ, ഇതുവരെ വന്നില്ല. ആ കാര്യം പറയുമായിരുന്നു. എടാ ഇവിടുത്തെ മെമ്പർ കാരണമല്ല ഈ മോർച്ചറി ഉണ്ടായത്. മോർച്ചറി ഉണ്ടായത്. അയ്യോ, ആദ്യം വൃത്തിയായിട്ട് പറയാൻ. മോർച്ചറി അല്ല, മോർച്ചറി. അങ്ങനെയാണ്? അല്ല. എടാ പോടാ, കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജും ഞങ്ങളെ പാർട്ടിക്കാരാ മോർച്ചറി ഉണ്ടാക്കിയ. അതറിയാമോ? നിങ്ങളുടെ പാർട്ടിക്കാരായിരിക്കും ഉണ്ടാക്കിയത്. പക്ഷെ ഇവരുടെ പാർട്ടിക്കാരല്ല അതിനകത്ത് കിടക്കുന്നത്. ആരെ പാർട്ടി? അല്ല, നമ്മുടെ എതിർ പാർട്ടി. അല്ല, എതിർ പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഞ്ഞേക്കള വീട്. അതെ, കാറ്റടിച്ച് വീണായിരിക്കും. അതെ, ഈ ഡെഡ് ബോഡിക്ക് വേദന ഒന്നും എടുക്കൂലല്ലേ? ഡെഡ് ബോഡിക്കാണോ വേദന എടുക്കുന്നത്? വേദന എടുക്കില്ല കേട്ടാ. നശിപ്പിച്ച്. എടാ സണ്ണി കുട്ടാ, എടാ നീ ഏത് വേഷത്തിൽ വന്നാലും ഞാൻ തിരിച്ചറിയും കേട്ടാ. ചതിക്കരുത്. എടാ പഞ്ചായത്തിന് എത്ര മുക്കിയടാ ഇതിനു വേണ്ടി? നിന്നാണ് മക്കളാണ് ഞാൻ മുക്കിയില്ല, അമ്മയാണ് മുക്കിയില്ല. എടാ എന്തറിയോ, ഡെഡ് ബോഡി സമയത്ത് കിട്ടിയില്ല, അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാ. നിനക്ക് എന്ത് ഞാൻ തരും. എന്ത് തരും? തരും. ഇത് ഞാൻ പൊളിക്കും. അങ്ങനെ പൊളിക്കല്ലേ. എന്റെ മെമ്പറെ, തോറ്റ മെമ്പർ ആയാലും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പഞ്ചായത്തിൽ ഒരു നല്ല വികസന പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ഇത് കുളമാക്കരുത്. അതെ അതെ അതെ. മന്ത് MLA ഉദ്ഘാടനം ചെയ്ത് അങ്ങ് പൊക്കോട്ടെ. അതെ അതെ. സാറായിട്ട് ഇത് കുളമാക്കരുത്, ദയവ് ചെയ്ത് പറയുന്നത്. സഹരി അഴിമതി ഞാൻ അനുവദിക്കൂല. എന്താ അഴിമതി ഞാൻ അനുവദിക്കൂല. എടാ നീ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ നീ നിന്റെ അച്ഛനോടെ വീടും പറമ്പ് മാറ്റപ്പോ ഞാൻ വല്ലവും പറഞ്ഞോ? അതന്നല്ലേ, ഇത് ഇന്നല്ലേ. സഹരിക്ക് പ്ലീസ്. ഇത് ഞാൻ മെമ്പറെ മിണ്ടരുത് ഇവിടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ഒരു മോർച്ചറി ഇവിടെ ഉണ്ടാക്കിയത്. കോമഡി മസാലയൊക്കെ ഞാൻ കാണുന്നുണ്ട്. നല്ലൊരു പ്രോഗ്രാമാണ്. മാർട്ടിൻ, സുഖമാണല്ലോ? നമ്മുടെ ഭരണമൊക്കെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കാര്യം ഞാനൊരു പാസ്പോർട്ടിന്റെ കാര്യം നേരത്തെ. പാസ്പോർട്ടിന്റെ കാര്യം അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. സാറ് സോൾവ് ചെയ്ത് തരാമെന്ന്. എനിക്ക് പാസ്പോർട്ട് ഉണ്ടല്ലോ. അല്ല, എന്റെ പാസ്പോർട്ടിന്റെ അതിന്റെ പാസ്പോർട്ട് ഞാൻ ശരിയാക്കി തരാം. അതും അവിടെ നിന്ന് വിളിച്ചു കാണണം. അതൊക്കെ ഞാൻ ചെയ്യാം. സാർ എനിക്കൊരു പാസ്പോർട്ട് ശരിയാക്കി തരുവാണെങ്കിൽ സാറിനൊരു പാസ്പോർട്ട് ഞാൻ കൊണ്ടുതരും. എനിക്ക് 2 പാസ്പോർട്ട് വേണം. എനിക്ക് ഒറ്റ പാസ്പോർട്ട് മതിയല്ലോ. ആ പാസ്പോർട്ട് അല്ല, പിന്നെ
അടിക്കുന്നു സ്കോച്ച്. അപ്പൊ വൈകുന്നേരം നമുക്ക് കാണാം. ഓക്കെ. മറ്റൊപ്പം ഞാൻ അങ്ങോട്ട്. നടക്കട്ടെ നടക്കട്ടെ. പിന്നെ എന്റെ വികസനമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല 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 വികസനങ്ങളൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എല്ലാവരും നല്ല പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരുന്നാൻ പറ്റില്ല. ഓക്കെ. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, അയ്യോ ഇത്ര ബഹുമാനൊന്നും വേണ്ട. കസേരയിരിക്കും, കസേരയിരിക്കും, പ്ലീസ് പ്ലീസ്, കസേര. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട അതിഥി, അല്ല പുള്ളിയുടെ പേരെന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ പഴയ തോറ്റ മെമ്പർ കുട്ടപ്പൻ. ആ തോറ്റ മെമ്പർ കുട്ടപ്പൻ. പിന്നെ മുഖ്യ അധ്യക്ഷൻ നമ്മുടെ കമ്പൗണ്ടർ. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡെഡ് ബോഡി. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് നടക്കുന്നു. അതെ. ഓ നമ്മുടെ ഈ മോർച്ചറി ആണല്ലോ. അതെ. അപ്പൊ നമുക്ക് അധികം സമയം കളയണ്ട. ആ. നമ്മുടെ ഈ സംരംഭത്തെ കുറിച്ച് 2 വാക്ക്. സംരംഭത്തെ കുറിച്ചല്ലേ? സംരംഭത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സംരംഭം എന്ന് പറയുന്നത് നല്ലതാണ്. മാത്രമല്ല നിങ്ങൾക്ക് മാത്രമല്ല സംരംഭമുള്ളത്, എനിക്കും കൂടുതൽ സംരംഭമുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ സംരംഭത്തെ വലിയൊരു സംരംഭമാക്കി മാറ്റാം. അറേ ഓ ഒരു സംരംഭം കുടിക്കാൻ എടുത്താലോ? എന്തോന്ന്? അല്ല ഒരു സംഭാരം കുടിക്കാൻ എടുത്താലോ? അത് പിന്നോട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മോർച്ചറി നിറഞ്ഞ് കവിയും. എന്ത് നിറഞ്ഞ് കവിയണം. കവിയും. ഭയങ്കര ആത്മാർത്ഥതയാ. അതെ അതെ. അവിടെ പോയിരുന്നു. പ്രിയമുള്ളവരെ, അജ്ഞാതമായി കിടക്കുന്ന ഈ ബോഡികൾ വെറുതെ അവിടെ ഇവിടേക്ക് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മോർച്ചറി പണിഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇവിടെ കാണാനില്ല. എന്തായാലും ഈ മോർച്ചറി വരാൻ വേണ്ടി പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടു. ആ മെമ്പർക്ക് എന്റെ ഹൃദയ നന്ദി ഞാൻ ഏർപ്പെടുത്തുന്നു. അതെ. പിന്നെ സമയം വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്ന് ഉദ്ഘാടനം കിടക്കാം, അല്ലെങ്കിൽ ആകെപ്പാടെ കുളമാകും. തീർച്ചയായിട്ടും. അപ്പോ എന്താ ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുതരൂ ഷെഫീർ. വെറൈറ്റി ഉദ്ഘാടനമാണ്. അറിയാലോ, സാറിനോട് നേരത്തെ പറഞ്ഞായിരുന്നു. പ്രിയമുള്ളവരെ, ഈ പുഷ്പഹാരം നമ്മുടെ ഡെഡ് ബോഡിയിൽ ഇട്ടുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. വേറെ ദിവസം പറയുമോ, ഈ മോർച്ചറിയിൽ തന്നെ നമ്മൾ ഈ ബോഡി അങ്ങ് കയറ്റി വെക്കുക. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോ കൊടുത്തു വിടുക. ഉറപ്പായിട്ട് ഞാൻ കൊടുത്തു വിടാം. അവര് ബന്ധുക്കൾ വന്നാൽ ഞാൻ കൊടുത്തു വിട്ടേക്കാം. ഓ ഇതിന് ബന്ധുക്കളൊന്നും ഇല്ല. ബന്ധുക്കളില്ലേ? അനാഥ സഭ ഞാൻ തിരക്കായിരുന്നു. ഇതങ്ങ് കത്തിക്കാം. അജ്ഞാത ബോഡി. അതെ, ചുമ്മാ അടങ്ങേരി സാറേ. ഇത് ആരെങ്കിലും വരുമ്പോ നമുക്ക് കൊടുക്കാം. അജ്ഞാത ബോഡി എവിടെയും കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അജ്ഞാത ബോഡി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്റെ മനസ്സ് വിഷമിക്കും. അതുകൊണ്ട് അടുത്തുള്ള ശ്മശാനത്തിൽ കൊണ്ടുപോയി ഇതിനങ്ങ് ദഹിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അല്ല, നമ്മുടെ ഇപ്പോഴത്തെ മെമ്പർ വരാനുണ്ട്. മെമ്പർ വന്നു കഴിഞ്ഞാൽ ഞാനും മെമ്പറും കൂടെ കൊണ്ടുപോയി ഈ ബോഡി കത്തിച്ചോളാം, ദഹിപ്പിച്ചോളാം. ഓ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ശ്മശാനത്തിൽ കൊണ്ടുപോയി എന്റെ നേതൃത്വത്തിന് കത്തിക്കാം. എന്റെ സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാറിന് ഇപ്പൊ ഒത്തിരി തിരക്കുള്ള സമയമല്ലേ, ഞാൻ കൊണ്ടുപോയി ഇത് ദഹിപ്പിച്ചോളാം. സാർ ഇതിനെ കൊണ്ടുപോയി കത്തിക്കണ്ട, നിനക്കെന്താ കുരുവാ. അതെ, ഞാൻ ഇതിൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് കുറച്ച് പ്രസിദ്ധിയൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തായാലും ഇതിനെ കൊണ്ട് ഈ ശ്മശാനത്തിൽ കൊണ്ട് കത്തിക്കാൻ. എന്റെ പൊന്നമ്മല്ലേ കത്തിക്കരുത്, കത്തിക്കരുത്. ഞാൻ പോയി കൊണ്ടുപോയി കത്തിച്ചോളാം. ഞാൻ കത്തിക്കട്ടെ. സാറ് കത്തിക്കരുത്. ഞാൻ കത്തിക്കല്ലേ. ഞാൻ ഒരു പാവോടല്ലേ. സാറേ, MLA സാറേ, കമ്പൗണ്ടറേ, ഓ നമ്മളെ MLA സാറ് ബോഡിയായേ. MLA വന്ന് മോർച്ചറി ഉദ്ഘാടനം ചെയ്ത് മോർച്ചറി വെക്കാൻ ഒരു ബോഡിയും കിട്ടി.